വിനേഷ് ഫോഗട്ട് രാജ്യത്ത് തിരിച്ച് എത്തിയിരിക്കുകയാണ്. സ്വന്തം ജന്മനാട്ടിലേക്ക് പോവുകയാണ്. ഹരിയാനയിലേക്കാണ് വിനേഷ് പോകുന്നത്. അവിടെയും വിപുലമായ സ്വീകരണ പരിപാടികൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഡൽഹി വിമാനത്താവളത്തിലെത്തിയ വിനേഷ് ഫോഗട്ടിനെ പൂക്കൾ നൽകിയും ഹാരങ്ങൾ നൽകിയും അതുപോലെ തന്നെ നോട്ടുമാലകൾ അടക്കം നൽകിക്കൊണ്ടാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതിലും വിപുലമായ സ്വീകരണ പരിപാടികൾ തന്നെയാണ് രാജ്യത്ത് എമ്പാടും വിനേഷ് ഫോഗട്ടിനായിട്ട് ഒരുക്കിയിട്ടുള്ളത്. വൈകാരികമായ ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു വിനേഷിന് ലഭിച്ചത്. എന്തായാലും ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്നും പി കൃഷ്ണരാജ് കൂടി ചേരുന്നുണ്ട്. കൃഷ്ണരാജ്, രാജ്യം സ്വർണ്ണ മെഡൽ രാജ്യത്തിന് ലഭിച്ചില്ല എങ്കിൽ പോലും ഒരു സ്വർണ്ണ മെഡൽ ജേതാവിനെ പോലെ തന്നെയാണ് വിനേഷ് ഫോഗട്ടിനെ സ്വീകരിച്ചിരിക്കുന്നത്. സംശയമില്ല രജനി, അർഹമായ ഒരു വരവേൽപ്പ്. ഒരുപക്ഷെ സ്വർണം കിട്ടി മടങ്ങി വന്നാൽ കിട്ടുന്നതിനേക്കാൾ ആവേശഭരിതമായ വികാരനിർഭരമായ ഒരു വരവേൽപ്പ് കായിക ഭാരതം നൽകുന്നു. വിനേഷിനെ തോളേറ്റുന്നു നമ്മുടെ ആരാധകർ. വലിയ സന്തോഷത്തിന്റെ നിമിഷമാണ്. ഒരേ സമയം ആനന്ദക്കണ്ണീർ പൊഴിക്കേണ്ടി വരുമ്പോഴും സന്തോഷം ഈ നിമിഷം പങ്കുവെക്കുന്നതിൽ എന്ന് പറയാതെ വയ്യ. കാരണം അർഹമായൊരു മെഡൽ അത് കിട്ടാതെ പോകുന്നു. അവിടെ 100 ഗ്രാം കൂടുതൽ എന്ന കാരണത്താൽ വിനേഷ് ഫോഗട്ടിനെ മത്സരിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ വൈകാരികമായ നിമിഷങ്ങളിലൂടെ ഒരുപക്ഷെ സ്വർണ്ണമണിഞ്ഞു നിൽക്കുന്ന വിനേഷ് ഫോഗട്ടിനെ നമ്മൾ എല്ലാവരും സ്വപ്നം കണ്ടതാണ്. ആ ഒരു രാത്രിക്ക് വേണ്ടി, ആ ഒരു അർദ്ധരാത്രിക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്നതാണ്. അപ്പോഴാണ് അതിനെല്ലാം കനത്ത തിരിച്ചടിയായി രാവിലെ ഒരു വാർത്ത വരുന്നത്. വിനേഷ് ഫോഗട്ടിന് 100 ഗ്രാം അധികമാണ് ഭാരം എന്ന കാരണത്താൽ രാവിലെ നടത്തിയ പരിശോധനയിൽ അത് ബോധ്യപ്പെട്ടതിനാൽ വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കുന്നു എന്ന വാർത്ത. നമുക്ക് ഈ സമീപകാലത്ത് കായിക ഭാരതത്തിൽ നിന്ന് കേൾക്കേണ്ടി വന്ന ഏറ്റവും വേദനാജനകമായ ഒരു വാർത്തയായിരുന്നു അത്. ഒരുപക്ഷെ നീരജിന് വെള്ളി കിട്ടിയപ്പോൾ പോലും നമ്മൾ അതിനെ മികവിന്റെ ഭാഷയിൽ അത് അംഗീകരിക്കേണ്ടി വന്നു. സ്വാഭാവികമായും വിനേഷ് ഫോഗട്ടിൽ നിന്ന് നമ്മളൊരു മെഡൽ പ്രതീക്ഷിച്ചതാണ്, ഒരു വെള്ളി ഉറപ്പിച്ചതാണ്. അപ്പോഴാണ് ഒരു തിരിച്ചടി എന്നോണം ഇങ്ങനെ ഒരു വാർത്ത വന്നതും അത് ശരിയെന്ന് സ്ഥിരീകരണം വരുന്നതും വിനേഷ് ഫോഗട്ട് അയോഗ്യയാക്കപ്പെടുന്നു. പിന്നീട് വിനേഷ് ഫോഗട്ട് അപ്പീൽ നൽകുന്നു. അത് ആ അപ്പീൽ കോടതി പരിഗണിക്കുന്നു. പക്ഷേ അത് നൽകാനാവില്ല. കായിക നിയമപ്രകാരം അത് അനുവദനീയമല്ല 100 ഗ്രാം എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു. വിനേഷിന് ആ മെഡൽ നഷ്ടമാകുന്നു. അതിനു മുൻപ് തന്നെ വൈകാരികമായ ഒരു കുറിപ്പോടുകൂടി വിനേഷ് ഫോഗട്ട് തന്റെ വിരമിക്കൽ പ്രഖ്യാപിക്കുകയാണ്. ഗുസ്തി ജയിച്ചു, ഞാൻ തോറ്റു, ഞാൻ എല്ലാവരും എന്നോട് ക്ഷമിക്കൂ, ഞാൻ ഗോദയോട് വിട പറയുന്നു എന്ന വാർത്ത. അപ്പോൾ തന്നെ നമ്മളൊക്കെ പരസ്പരം സംസാരിച്ചിരുന്നതാണ്, വിനേഷിന് അങ്ങനെ വിരമിച്ച് വീട്ടിലിരിക്കാനാവില്ല, വിനേഷ് വീണ്ടും മൈതാനത്തേക്ക് വരും എന്ന പ്രതീക്ഷ, ഗോദയിലേക്ക് വരും എന്ന പ്രതീക്ഷ നമ്മൾ പങ്കുവച്ചതാണ്. അതും ഏറെക്കുറെ ശരിവെക്കുന്ന നിമിഷങ്ങളിലേക്ക് പോകുന്നു. ശരികൾക്ക് വേണ്ടി തുടരും, ഞാൻ ഇനിയും ഗുസ്തിയിൽ ഉണ്ടാകുമെന്ന സൂചനയാണ് വിനേഷ് നൽകുന്നത്. ഒരുപക്ഷെ അത് 2032 വരെ നീണ്ടേക്കും തന്റെ ഗുസ്തി കരിയർ എന്ന സൂചന കൂടി നൽകിയിരുന്നു. ഒരു പക്ഷേ അന്ന് വിനേഷ് ഫോഗട്ടിന് മത്സരിക്കാൻ അനുമതി കിട്ടിയിരുന്നുവെങ്കിൽ പോലും വിനേഷ് തളർന്നു പോകുമായിരുന്നു എന്നൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം രാത്രി മുഴുവൻ ജോഗിങ് തുടങ്ങിയ വ്യായാമ മുറകളൊക്കെയും നടത്തി, തന്റെ സ്കിപ്പിംഗ് അടക്കം നടത്തി, സൈക്ലിംഗ് നടത്തി, തന്റെ ഭാരം 2 കിലോ കൂടുതൽ ഉണ്ടായിരുന്നത് കുറയ്ക്കാൻ ശ്രമിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അന്ന് മത്സരിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നുവെങ്കിൽ ക്ഷീണിതയായ വിനേഷിനെ നമ്മൾ ഗോദയിൽ കാണേണ്ടി വന്നേനെ. കാരണം കരുത്തിന്റെ പോരാട്ടമാണ് ഗോദയിൽ നടക്കുക. എതിരാളി അമേരിക്കക്കാരി അത്ര എളുപ്പത്തിൽ കീഴടക്കാൻ പറ്റുന്ന ഒരു താരമായിരുന്നില്ല. പക്ഷെ 1-ാം നമ്പർ താരത്തെ, 1-ാം സീഡിനെ പരാജയപ്പെടുത്തി സെമിയിൽ ജയിച്ച് ഫൈനലിലേക്ക് മുന്നേറുന്ന ഒരു താരത്തിൽ നിന്ന് നമ്മൾ സ്വർണം പ്രതീക്ഷിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ക്ഷീണിതയായ വിനേഷിന് നേടാനാകുമോ എന്ന സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഭാരത്തിന്റെ തിരിച്ചടി നാട്ടിലെത്തുമ്പോൾ വൈകാരികമായിട്ടാണെങ്കിലും മറന്നു പോവുകയാണോ അതോ വീണ്ടും വീണ്ടും ഓർത്തെടുക്കുകയാണോ വിനേഷ് ഫോഗട്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ കായിക ഭാരതം നൽകാവുന്നതിന്റെ പരമാവധി സ്വീകരണം വിനേഷിന് നൽകുന്നു. ആ കഴുത്തിൽ സ്വർണ്ണത്തിളക്കമുള്ള ഒരു മെഡൽ ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ നിരവധി ഹാരങ്ങളുണ്ട്. ഇന്ത്യയുടെ പ്രതീക്ഷ മാലകളായി ചാർത്തപ്പെടുന്നുണ്ട്. ആ നിമിഷമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. വൈകാരികമാണ് വരവേൽപ്പ്. വിനേഷ് ഒരു വീര വനിതയാണെന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട് ഈ കാഴ്ചകൾ. വിനേഷിനെ തോളേറ്റുകയാണ് കായിക ഭാരതം. വിങ്ങിപ്പൊട്ടുമ്പോഴും വീര വിനേഷ് എന്ന വാക്ക് നമുക്ക് ആവർത്തിക്കാതെ വയ്യ രജനി. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു കൃഷ്ണരാജ്. കാരണം ഈ പറയുമ്പോഴും ഈ പിന്തുണ നൽകുമ്പോഴും കായിക ലോകത്തിന് വേണ്ടത്, ഭാരതത്തിന്റെ കായിക ലോകത്തിന് വേണ്ടത് വിനീഷ് ഈ കായിക ലോകത്ത് നിന്ന് പിന്മാറുന്നു എന്നുള്ള കുറിപ്പിന് പകരം നേരത്തെ സൂചന മാത്രമാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. വീണ്ടും പൂർണ്ണതോതിൽ വരണം എന്ന് തന്നെയാണ് ലോകം
ഒന്നാകെ ആഗ്രഹിക്കുന്നത്. കാരണം 29 വയസ്സ് മാത്രമാണ് പ്രായം വിനേഷിന്. ഇനിയും മെഡൽ നേട്ടത്തിന് സമയമുണ്ട്. തീർച്ചയായും വിനേഷ് ഫോഗട്ട് 1-ാം നമ്പർ താരത്തെ തോൽപ്പിച്ചപ്പോൾ തന്നെ വിനേഷിന്റെ ഭാവി എത്രമാത്രം കരുത്തുറ്റതാണ് എന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നതാണ്. അതിന് ഉത്തരം യെസ് എന്ന് തന്നെയായിരുന്നു. ഞാൻ ഇപ്പോൾ ഓർക്കുന്ന മറ്റൊന്നുണ്ട്. നമ്മൾ ഈ വീരവനിതയെ ഇങ്ങനെ വരവേറ്റ് നിൽക്കുന്നത് തത്സമയം തുടരെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെങ്ങിപ്പൊട്ടി വീരവിനേഷ് എന്ന് നമ്മൾ അടിവരയിട്ട് ആവർത്തിച്ച് പറയുമ്പോൾ, വിനേഷിനെ തോളേറ്റുകയാണ് കായിക ഭാരതം എന്ന് പറയുമ്പോൾ ഒരു 3-4 ദിവസങ്ങൾ പിന്നിലേക്ക് പോകേണ്ടി വരും. നമ്മൾ ഒരു വിനേഷ് ഫോഗട്ട് വിരമിച്ച ദിവസം വിനേഷ് ഫോഗൌട്ട് എന്ന പേരിൽ ഒരു കാർഡ് ചെയ്തിരുന്നു. ആ കാർഡിനെ കുറിച്ച് മറ്റൊരു ചാനൽ പ്രതികരിച്ചത്, വിനേഷ് ഫോഗൌട്ട് എന്ന് പറയുന്നതിലൂടെ വിനേഷ് ഫോഗട്ട് ഈ ഒളിമ്പിക്സിൽ സ്വർണം നേടാതെ പോകണമെന്ന് എത്രമാത്രം ആഗ്രഹിച്ചവരാണ് ജനം TV എന്ന് ആക്ഷേപിക്കുന്നുണ്ടായിരുന്നു അവർ. പക്ഷേ അതിന് തൊട്ടുമുകളിൽ ഒരു വരി ഉണ്ടായിരുന്നു. ആ വരി വിരമിച്ചു ഭാരതത്തിന്റെ പ്രിയ താരം എന്നായിരുന്നു. അതവർ കാണാതെ പോയി. അതിനു മുൻപേ നമ്മൾ മറ്റൊരു കാർഡ് കൊടുത്തിരുന്നതും അവർ കണ്ടില്ല. രാജ്യം നിനക്ക് തരുന്നു ഫോർ ഗോൾഡ് എന്ന് പറഞ്ഞു കൊടുത്തു. അതൊന്നും കണ്ടില്ല. അതൊക്കെ അവരുടെ ഔട്ട് ഓഫ് ഫോക്കസ്, കണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസിന്റെ പ്രശ്നമാണ് എന്ന മറുപടി പറയാൻ കൂടി ഈ വരവേൽപ്പിന്റെ നിമിഷത്തെ ഞാൻ ഉപയോഗിക്കുകയാണ്. ഏതായാലും ഇനിയും ഏറെ ഭാവിയുള്ള ഗോദയിൽ സ്വർണ്ണ മെഡലുകൾക്കപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെയും നേടാൻ കെൽപ്പുള്ള കരുത്തുള്ള ഒരു വനിതയാണ്, ഒരു സ്ത്രീയാണ്, ഭാരതത്തിന്റെ പ്രതീകമാണ് വിനേഷ് ഫോഗട്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഒരുപക്ഷെ ഈ ഒരു തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ മുന്നേറാൻ കരുത്തുള്ള ഒരാളായി വിനേഷ് ഫോഗട്ട് മാറും എന്ന കാര്യത്തിലും തർക്കമില്ല. തീർച്ചയായിട്ടും.